സോ ഗുഡ് ഈവനിങ് വൺസ് അഗൈൻ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച സൈക്കോളജിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലിയോ ടോൾസ്റ്റോയിന്റെ വളരെ മനോഹരമായ ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളെ സഹായിക്കുന്നത് മനോജ് സാറാണ്. വളരെ പ്രത്യേകതയുള്ള ഈ വിഷയങ്ങൾ കഴിഞ്ഞ സെഷൻസിലെല്ലാം വളരെ പ്രത്യേകതയുള്ള വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഇത് നമ്മൾ ചെയ്യുന്നത് ലളിതമായി ജീവിക്കുക എന്നുള്ളതാണ്. ഇതെപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്, നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ പലപ്പോഴും ഈ പുതിയ തലങ്ങളിൽ അല്ലെങ്കിൽ പുതിയ യുഗത്തിൽ നമ്മൾ പലപ്പോഴും അതൊക്കെ മറന്ന് മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലൊക്കെ പോകുമ്പോൾ ലളിതമായി ജീവിക്കുക, ലാളിത്യത്തോടു കൂടി ജീവിക്കുക, ഇങ്ങനെയൊക്കെ അവർക്ക് സിംപ്ലിസിറ്റി എന്നൊക്കെ പറയുന്ന ആ വാക്കുകളൊക്കെ നമുക്ക് പലപ്പോഴും അന്യമായി പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നമ്മൾ നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനോജ് സാർ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മനോജ് സാറിനെ ഞാൻ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സബു സാർ, വൺസ് അഗെയിൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ശരിക്കും പറയുന്നത് ഈ ലവോത്സുവിൻ്റെ താവോ തേ ചിങ്. അപ്പോൾ ആ കൃതിയെക്കുറിച്ച് ഇന്നിപ്പോൾ മൂന്നാമത്തെ ഒരു സെഷനിൽ ഒരിക്കൽ കൂടി ആ മൂന്നാമത്തെ പാർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വീണ്ടും ഒരു അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 പാർട്ടുകൾ നമ്മളോട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ 3-ാം അധ്യായം വിശദമായി ഒന്ന് പഠിക്കാൻ പോവാണ്, സാബു സാർ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ 3-ാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായി പറയുന്ന 2-3 കാര്യങ്ങൾ സാർ ഇവിടെ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു, ലാളിത്യം എന്നതിനെക്കുറിച്ചൊക്കെ. അതുകൂടാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളോട് ഇതോടൊപ്പം തന്നെ ലാവോത്സു വളരെ ലളിതമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, നമ്മളുടെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ അഗാധമായി ഉൾക്കാഴ്ച നൽകുന്ന, അത് വളരെ ചെറുതാണെങ്കിലും വളരെ ഒരു ശക്തമായ ഒരു ആഴങ്ങളിൽ പോകുന്ന കുറച്ച് ഭാഗങ്ങൾ ഈ ചാപ്റ്ററിൽ ലവോത്സു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ശരിക്കും ഈ താവോ തേ ചിങ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ സ്ക്രിപ്ചറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മീയ ഗ്രന്ഥമായിട്ടോ പലപ്പോഴും കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ശരിക്കും അത് നമ്മുടെ ലൈഫിൽ ഈ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ഒരു മാർഗരേഖയാണ്. ഒരുപാട് ഗൈഡ് ലൈൻസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു സ്പിരിച്വൽ ഗ്രന്ഥമായിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രായോഗികത, നമ്മുടെ ജീവിതത്തിൽ വേണ്ട പ്രായോഗികത നമുക്കിതിനകത്ത് വളരെ ലളിതമായിട്ട് കാണാൻ സാധിക്കും. ആ വരികളിൽ കൂടി അല്ലെ അദ്ദേഹം പ്രതിപാദിച്ച രീതിയിൽ കൂടിയൊക്കെ പോയി കുറച്ച് അതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മളും ഒന്ന് പോകണം. അപ്പോഴാണ് അതിൻ്റെ വ്യക്തത നമുക്ക് കുറച്ചുകൂടെ നമുക്കും മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് ഈ 3-ാം അധ്യായം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വെയ് വൂ എന്നൊരു തത്വം ഇതിനകത്താണ്. അത് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാം. അതായത് അനായാസമായ പ്രവർത്തനങ്ങൾ, എഫേർട്ട്ലെസ് വർക്കിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ബേസാണ് ശരിക്കും പറഞ്ഞാൽ ഈ 3-ാം അധ്യായം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉചിതമായ രീതി, ഒരു നേതാവ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മൾ അതൊരു ബലപ്രയോഗത്തിലൂടെ ചെയ്യരുതെന്നാണ് ലവോത്സു നമ്മളെ ഇതിലത് കൂടെ പഠിപ്പിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെയല്ല, ഒരു നിയന്ത്രണത്തിലൂടെയും അല്ല, മറിച്ച് അതിനകത്തും വേണം ഒരു വിനയം, ലാളിത്യം, അതുപോലെ മനുഷ്യനെക്കുറിച്ചുള്ള പൊതുവായ അറിവ്. ഇതൊക്കെ വളർത്തി എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഓവറോൾ ഒരു വ്യൂ കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്. പ്രത്യേകിച്ചും ഈ സബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലാളിത്യത്തിൻ്റെ ജ്ഞാനം എന്നാണ് ഈ സബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ തന്നെ. അപ്പോൾ അത് എന്താണ് ഇപ്പം ഈ പ്രത്യേക ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലതരത്തിൽ ലോകത്തിൽ ആകമാനം എടുത്താൽ തന്നെ ലോക രാജ്യങ്ങളിലുള്ള സംഘർഷമുണ്ട്, അതിൽ കൂടി ഉണ്ടാകുന്ന അസന്തുഷ്ടികളുണ്ട്, അതിൽ കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളുണ്ട്, അംഗീകാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമുണ്ട് മനുഷ്യർ തമ്മിൽ തന്നെ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഇതിനകത്ത് ഈ അന്വേഷണത്തിൽ കൂടിയാണ് നമ്മൾ ശരിക്കും
ഇന്ന് കടന്നു പോകാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിലൂടെ. അതിന് ലവോത്സ് വളരെ സിമ്പിളായി പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ: നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കണം. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് മനസ്സുകൾ ശൂന്യമാക്കുക എന്നും വയറുകൾ നിറയ്ക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു നമ്മുടെ വയറിൻ്റെ വിശപ്പിൻ്റെ കാര്യമല്ല അദ്ദേഹം ശരിക്കും പറഞ്ഞ് സൂചിപ്പിക്കുക. അതൊരു അറിയില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആളുകളെ അതിമോഹത്തിൻ്റെയും ഇപ്പം കാണുന്ന ഈ ഭൗതികതയുടെ ഭാരങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടുകളാണ് ഇത്. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്വാഭാവിക അവസ്ഥയിൽ വന്ന് അതിൽ കൂടി നമുക്ക് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ പറയുന്നതാണ് ലവോത്സു ചുരുങ്ങിയ ഈ അധ്യായത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ അതിനകത്ത് പ്രധാന ആശയങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് നമ്മൾ ഒരു വിശകലനം ചെയ്യാം. അതിന് ശേഷം കഴിഞ്ഞ 2 പ്രാവശ്യവും ചെയ്തതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യവും ഞാനൊരു കണ്ടന്റ് അവതരിപ്പിച്ചതിന് ശേഷം വന്ന ഫീഡ്ബാക്കുകൾ, പലരുടെയും വ്യൂ പോയിന്റ്സ് ഒക്കെ അതിന് നൽകിയ മാനങ്ങൾ വേറെ തന്നെയായിരുന്നു. എനിക്കത് വളരെ ഫീൽ ചെയ്തു ശരിക്കും. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ടച്ച് ചെയ്തെങ്കിലും പിന്നീട് അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പല വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ ഈ ഫീഡ്ബാക്ക് എന്ന് ഞാൻ പറയും റെസ്പോൺസുകളൊക്കെ ആണെങ്കിലും അതിന് ശേഷം യൂട്യൂബിലൊക്കെ വന്നപ്പോഴും പലതരത്തിലുള്ള ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. അപ്പോൾ അപ്പോൾ ഈ വിഷയം തന്നെ ഞാൻ നേരത്തെ പറയും, ഇപ്പോൾ ഈ ഭരണാധികളുടെ കാര്യമുള്ള അവരാണല്ലോ ഭരിക്കുന്നത്. ശരിക്കും ഭരണാധികൾക്ക് മാത്രമല്ല, ശരിക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ലവോസ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ വളരെ സങ്കീർണമാണ് എങ്കിലും നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് തന്നെ ഒരു ഓവർവ്യൂ, ഈ ലോകത്തെക്കുറിച്ച് തന്നെ കൂടുതൽ എളുപ്പത്തിലും ഒരു വിവേകത്തോടെയും മനസ്സിലാക്കാനും സാധിക്കും ഈ ചാപ്റ്ററിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനും ചർച്ച ചെയ്യാനൊക്കെ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ കിടക്കാം. ദുർബലപ്പെടുത്തി അവരെ ശക്തരാക്കി മാറ്റിയാണ് ഗുരു നയിക്കുന്നത്, അല്ലെങ്കിൽ ജ്ഞാനികൾ നയിക്കുന്നത് ജീവിതത്തിൻ്റെ
സ്വാഭാവിക പ്രവാഹവുമായി പൊരുത്തപ്പെടുന്നവർക്കെല്ലാം സന്തുലിതാവസ്ഥ, ഇവയിൽ അല്ലെങ്കിൽ നമ്മൾ ഇടപെടലിൽ നിന്നൊക്കെയുള്ള ഒരു മുക്തി എന്നിവയെ ഇതൊക്കെ അനുകൂലിക്കുന്നുണ്ട്. ശ്രമരഹിതമായ പ്രവൃത്തി ആണ് ശരിക്കും പറയുക എഫേർട്ട്ലെസ് ആക്ഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ശ്രമരഹിതമായ പ്രവൃത്തികളിൽ കൂടി നമ്മൾ എത്തേണ്ട കാര്യങ്ങൾ എത്തും എന്നാണ് ലവോർട്സ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാതിരിക്കരുത് എന്നൊരു അർത്ഥമുണ്ട് അതിനകത്ത്. ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ പ്രപഞ്ചത്തിൽ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളിൽ കൂടി നമ്മൾ എത്തിച്ചേരും. അതിന് തർക്കമൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങൾ പോകുള്ളൂ. നമ്മൾ അതിനെ എത്രയൊക്കെ ശ്രമിച്ച് മറികടക്കാൻ ശ്രമിച്ചാലും നടക്കാതെ വരാം. അതിൻ്റെതായ താളക്രമങ്ങളിലും സമയങ്ങളിലും ഒക്കെ തീർച്ചയായിട്ടും അതിൽ കൂടെ കാര്യങ്ങൾ നടക്കുള്ളൂ. കാര്യം നമുക്ക് ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ, എല്ലാവരും മത്സരിച്ചാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തന്നെ. അത് തന്നെ നമ്മുടെ ഒരു ജീവിത വ്രതമാണ്. എല്ലാ തരത്തിലും നമ്മൾ ഒന്നാമതാവണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നാമത് എത്തിയെങ്കിലേ ജീവിതത്തിൽ വിജയങ്ങൾ എത്തുകയുള്ളൂ എന്ന് ഉള്ള ആ വിചാരത്തെ ഇദ്ദേഹം ഖണ്ഡിക്കുകയാണ് ഇവിടെ. അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. എപ്പോഴും ഒന്നാമതായി നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. യു ഡു യുവർ ജോബ് അല്ലെങ്കിൽ ആക്ഷൻ എഫേർട്ട്ലെസ്ലി, ദ റിസൾട്ട് വിൽ കം. ഇതാണ് നമ്മൾ എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും കൂടെ ഒക്കെ പോയാലും, ഏത് സ്ക്രിപ്റ്റർ എടുത്തു നോക്കിക്കോളൂ, കർമ്മം ചെയ്യാനൊക്കെയാണ് പറയുന്നത്. ഡു യുവർ ജോബ്. നമ്മളതിന് ഫലം ഒന്നും ആശിക്കാതെ നമ്മൾ ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയായ രീതിയിലാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടുള്ളൂ. നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളെ എത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആചാര്യന്മാരൊക്കെയും കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളാണ്. മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ്. പല രീതിയിൽ പല ആൾക്കാരടക്കം ജീവിച്ചിരുന്ന, നമ്മളിന്ന് ഈ സ്ക്രിപ്ചറൊക്കെ വായിക്കുന്ന ആൾക്കാരുള്ള ശങ്കരാചാര്യരടക്കമുള്ളവരൊക്കെയും കാര്യങ്ങൾ ഇതാണ് പറയുന്നത്. അപ്പോൾ അതിനെ എന്താണ് നെറ്റി ചുളിച്ചിട്ടൊന്നും കാര്യമില്ല. പലരും പ്രത്യേകിച്ച് ഇതൊക്കെ പറയുമ്പോൾ തോന്നുന്നു ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പോവുകയുള്ളൂ, പഴയ കുപ്പിയിലെ പുതിയ വീഞ്ഞെന്നോ എങ്ങനെ വേണമെങ്കിൽ ഇതിനെയൊക്കെ സൂചിപ്പിക്കാം. കാര്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശ്രമരഹിതമായ കാര്യങ്ങൾ കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ എത്തേണ്ട കാര്യങ്ങൾ നമ്മൾ എത്തിച്ചേരും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ വേഴ്സുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ നമ്പർ 1? ഡു നോട്ട് എക്സാൾട്ട് ദ വൈസ് ആൻഡ് ദ പീപ്പിൾ വിൽ നോട്ട് കോമ്പീറ്റ്. വളരെ ഷോർട്ട് വേർഡ്സുകളാണ് ശരിക്കും പറഞ്ഞത് ഇതിനകത്ത്.
നമ്മൾക്ക് അതിനകത്ത് ഇന്നർ മീനിങ്സിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. ഡു നോട്ട് വാല്യൂ റെയർ ട്രഷേഴ്സ് ആൻഡ് ദി പീപ്പിൾ വിൽ നോട്ട് സ്റ്റീൽ. ഡു നോട്ട് ഡിസ്പ്ലേ വാട്ട് ഈസ് ഡിസൈറബിൾ ആൻഡ് ദ ഹാർട്ട്സ് വിൽ നോട്ട് ബി കൺഫ്യൂസ്ഡ്. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേഴ്സുകളിൽ ചിലത് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അതായത് വിവരമുള്ളവർ അവരെ ശരിക്കും പറഞ്ഞ ഒരു അതിശയത്തോടെ നമ്മൾ പ്രശംസിക്കരുത്. ശരിക്കും പറഞ്ഞത് ജ്ഞാനികളായിക്കോട്ടെ. അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകില്ല. നമ്മൾ അതിശയത്തോടെ നമ്മൾ തന്നെ പ്രശംസിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കുകയൊക്കെ ചെയ്ത ഒരു മത്സരം വരും. അപ്പോൾ അതിന് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ മത്സരങ്ങൾ ഒഴിവാക്കിയിട്ടും. രണ്ടാമത്തെ എന്തുകൊണ്ട്, ഡു നോട്ട് വാല്യൂ റെയർ ട്രഷേഴ്സ് ആൻഡ് ദ പീപ്പിൾ വിൽ നോട്ട് സ്റ്റീൽ. ശരിയല്ലേ? ദുർലഭമായ നിധികൾ ഒക്കെ അതിമൂല്യം നൽകരുത്. അതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയ വാല്യൂ അതിന് കൊടുക്കരുത്. കൊടുത്താൽ എന്താ പറ്റുന്നത്? അത് മോഷ്ടിക്കപ്പെടും. അങ്ങനെയാണ് പല മോഷണങ്ങളും നടക്കുന്നത്. അപ്പം ആ വാല്യൂ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനൊരു അതിപ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ ഈ മോഷ്ടിക്കുന്നതും ഓക്കെ. അപ്പോൾ അതിന് വാല്യൂ കൊടുക്കരുതെന്ന് വെച്ചാൽ ആ നിധി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിൻ്റെ വാല്യൂ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അടുത്തെന്താണ് പറയുന്നത്? ഡു നോട്ട് ഡിസ്പ്ലേ വാട്ട് ഈസ് ഡിസൈറബിൾ ആൻഡ് ദ ഹേർട്സ് വിൽ നോട്ട് ബി കൺഫ്യൂസ്ഡ്. അതാണ് നമ്മളെപ്പോഴും ഒരു കൺഫ്യൂഷനുള്ളതാണ് പല കാര്യങ്ങളും. നമ്മുടെ ജീവിതത്തിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കൺഫ്യൂഷനിൽ ദിനം പ്രതി ഉണ്ടാകും. കാര്യം ഈ മോഹങ്ങളാണ് പലതരത്തിലുള്ള വിവിധ അതാണ് ജ്ഞാനിയായിട്ടുള്ള ആൾക്കാരുടെ അപ്രോച്ച്. ദാറ്റ് ഈസ് ദി സേജസ് വേ. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ആ എംപ്റ്റീസ് മൈൻഡ്സ്. ഓക്കെ, നമ്മുടെ ആഗ്രഹങ്ങളും ആശയക്കുഴപ്പങ്ങളുള്ള മൈൻഡിനെ നമ്മൾ എംപ്റ്റി ചെയ്യണം, ശൂന്യമാക്കുക. അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അതാണ് ദി ഫിൽസ് ബെല്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ബേസിക് നീഡ്സ് എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾക്കത് മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളത് നമ്മളിൽ എത്തിച്ചേരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ ചിന്തിച്ചാൽ ശരിക്കും പറയുന്നത് നമ്മുടെ ആന്തരിക ശക്തി വളരാനുള്ള ഒരു മാർഗമാണിതെന്നാണ് പറയുന്നത്. നമ്മുടെ തന്നെ ചിന്താഗതി ഒരു പക്ഷേ ഇത് മാറിക്കിട്ടും. ഒട്ടും ബലം പ്രയോഗിക്കാതെ സ്വാഭാവികമായി കാര്യങ്ങൾ വന്നു ചേരുകയും നമ്മൾക്ക് വേണ്ടാത്തതിനെ വിട്ടുകൊടുക്കുകയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ പൊസഷനിൽ ഇരിക്കുന്നത് നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ അധികവും.
അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഫിസിക്കൽ കാര്യങ്ങളിൽ മാത്രമല്ല, ഈവൻ ഇൻ ദ മെൻ്റൽ പെർസ്പെക്റ്റീവ് യു ഹാവ് ടു, ഐ മീൻ, ഇത് ചെയ്യണം. ലീഡ്സ് വിത്തൗട്ട് ഫോഴ്സ്. അപ്പോൾ അതാണ് നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾക്ക് കൊണ്ടു നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിന്താഗതിയിലും മാറ്റങ്ങൾ വരുത്തണം, പൊസഷൻസിൽ മാറ്റം വരുത്തണം, എല്ലാ തരത്തിലും. അപ്പോൾ അങ്ങനെയാണ് ഒഴുകുന്ന നദിയിലുള്ള പാറകൾ രൂപപ്പെടുന്നത് പോലെയാണ് നമ്മൾ സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതവും മെച്ചപ്പെടുത്തുന്നത് എന്നാണ് ലവോസ് പറയുന്നത്. ശരിയാണ്, ശരിയല്ലേ? നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലെ, നമ്മൾക്കെല്ലാവർക്കും തരുന്ന ഒരു തോട്ട് പ്രോസസ്സാണ് ലവോസ് ഇവിടെ പറഞ്ഞ ഈ പോയിന്റ്. ശരിക്കും പറഞ്ഞത് ജ്ഞാനി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒരു പക്ഷേ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ആയിരിക്കും. സന്യാസി വര്യന്മാരുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരു രൂപമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ കൂടെയൊക്കെ പോകണം. അങ്ങനെ ആവണമെന്നില്ല. നമ്മളെല്ലാം ജ്ഞാനികളാണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ആത്മബോധത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നവരെല്ലാം ജ്ഞാനികളാണ്. അത് ഉപയോഗിക്കപ്പെടാതെ വരുമ്പോഴാണ്
കൂടെ പോകുമ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾക്കൊക്കെ എന്താണ് പ്രാധാന്യം, അവ നമ്മളെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നത് എന്ന് വളരെ ചുരുക്കം വേടുകൂടെ നോക്കിയാൽ ഒരു പക്ഷേ നമ്മളുടെ എന്തെങ്കിലും നമ്മുടെ ഒരു ഇവന്റ് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ജോലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ യു ഹാവ് ടു അവോയ്ഡ് എക്സസ് ആൻഡ് ഇവോക്ക് കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അമിതത്വം ഒഴിവാക്കുക. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടതിലധികം കാര്യങ്ങൾ നമ്മൾ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവും, അത് വേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മളിൽ തന്നെ ഒരു ശാന്തത, ഇവോക്ക് കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ശാന്തത ഉണർത്തപ്പെടും. ഇനി ഒരു ലീഡർഷിപ്പ്, നമ്മളൊക്കെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസിലൊക്കെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ പറയാറുണ്ട്. അതെന്താണ്? ഗൈഡ് വിത്തൗട്ട് ഡൊമിനൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഇപ്പം ഈ ഭരണകർത്തൃ നേതൃത്വത്തിലൊക്കെ നോക്കിയാലും ദർ ആർ ലീഡേഴ്സ് ടു റൂൾ, ദർ ആർ ലീഡേഴ്സ് ടു ടേക്ക് ദ പാത്ത്. അത് പലപ്പോഴും പൊളിറ്റിക്കൽ റീസൺസിൽ അല്ലെങ്കിൽ മറ്റുള്ള റീസൺസിലൊക്കെ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ലീഡർഷിപ്പ് ആയിരിക്കും. പക്ഷേ ലാവോത്സുവിൻ്റെ ചിന്ത അതല്ല, ആധിപത്യം പാടില്ല, ആധിപത്യം ഇല്ലാതെ വഴി കാട്ടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലീഡ് ബൈ എക്സാമ്പിൾ, യു ലീവ് വിത്ത് അതർ പീപ്പിൾ ആൻഡ് ദെൻ യു ലീഡ്. അല്ലാതെ ശക്തിയും വെട്ടിപ്പിടിച്ച്, നമ്മൾ ലോകത്ത് കണ്ടിട്ടുള്ള പല നേതാക്കളെ പോലെ എല്ലാം വെട്ടിപ്പിടിച്ച അവസാനം അവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നല്ലാതെ മറ്റുള്ളവർക്കും അവരെ ഒന്നും നയിക്കാനോ വേണ്ട രീതിയിൽ നയിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് എന്താണ്? പേഴ്സണൽ ലൈഫിൽ നോക്കൂ. സിംപ്ലിഫൈ, ഡിറ്റാച്ച് ഫ്രം ക്രൈവിങ്. അതാണ് വ്യക്തിപരമായ ജീവിതത്തിൽ എടുത്തു നോക്കുള്ളൂ. ലളിതമായി ജീവിക്കുക, ആസക്തിയിൽ നിന്നൊക്കെ നമ്മൾ വേർപെട്ട് ആവശ്യമുള്ളതിനെ മാത്രം കരുതുക, അതാണ് ഡിറ്റാച്ച്. വിട്ടുകളയണം പല കാര്യങ്ങളും. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം മുറുകെ പിടിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയാനുള്ള ആ ബോധത്തെക്കുറിച്ചാണ് പേഴ്സണൽ ലൈഫിൽ പറയുന്നത്. വളരെ ലളിതമായി തന്നെ പറഞ്ഞു കൊടുക്കുക. അവിടെയാണ് നമ്മളിൽ ഒക്കെയും ഒരു പക്ഷേ നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ അതിരുകൾ പലപ്പോഴും കിടക്കാറുണ്ട്. അപ്പോൾ അത് കടക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ആവശ്യത്തിലധികം വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം ഉപേക്ഷിക്കണം ചില സമയത്ത്, എന്നിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ താനേ നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ എത്തിപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സിമ്പിള് മാത്രമാണ്. അതാണ് ലാളിത്യം. ജീവിതം ലളിതമാക്കുക, തീവ്ര ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനാകുക. അതാണ് വലിയൊരു അഡ്വൈസ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ക്ലോസിംഗ് റിഫ്ലക്ഷൻ നോക്കുക, 2 കാര്യങ്ങൾ നോക്കുക. ഫോർ ദോസ് ഹൂ പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള കാര്യങ്ങൾക്ക് അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം, ബലപ്രയോഗമില്ലാതെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ സാന്നിധ്യത്തോടെ ജീവിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ലീവ് വിത്ത് മോർ പ്രസൻസ്. അതെന്താണ് കൂടുതൽ സാന്നിധ്യത്തോടെ ജീവിക്കുക എന്നത്? ഇതിനകത്ത് വളരെ ഇന്നർ മീനിങ് ആയിട്ട് ലവേഴ്സ് പറയുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, ഇപ്പോഴത്തെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക.
കൂടുതലായി ഒന്നും ചിന്തിക്കേണ്ട. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെയുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തും പോയി ചിന്തിച്ച് എങ്ങും എത്താത്തൊരവസ്ഥ പലരിലും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബി പ്രസൻറ്റ്, ഈ മൈൻഡ്ഫുൾനെസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പ്രയോഗിക്കപ്പെടേണ്ടത് ഈ വരികളിലൂടെയൊക്കെ പോകുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ബി പ്രസൻറ്റ്, ലീവ് ഇൻ ദ പ്രസൻറ്റ് എന്നൊക്കെ പറയുന്നതാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് നമുക്ക് അമിതമായ ആഗ്രഹങ്ങൾ വേണം. നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ വരുന്നതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് കൂടെ കുറച്ച് ലഘൂകരിച്ചൊക്കെ ചെയ്യണം. പ്രകൃതിയിൽ പല കാര്യങ്ങളുണ്ട്. ഒന്നും നമ്മൾ അറിയാത്തവരെ പോലെയാണ് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുള്ള എനർജിയെക്കുറിച്ച് പോലും വളരെ കുറച്ച് ബോധം മാത്രമേ നമ്മളിൽ എല്ലാവർക്കും ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊരു ചൈതന്യമുണ്ട്. അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ആ ചൈതന്യത്തിൽ അല്ലെങ്കിൽ അതിനോട് ഒത്തുചേർന്നൊക്കെ ജീവിക്കുക, പ്രകൃതിയിൽ കൂടെ ജീവിക്കുക പലപ്പോഴും പറയുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു എന്താണ്, നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നതിന് മുന്നേ അത് നമ്മൾ നിരീക്ഷിക്കുകയും കേട്ടതിനും ഒക്കെ ശേഷം പ്രതികരിക്കാവുന്നൊക്കെ പറയുന്നതിലൊക്കെയുള്ള ഇന്നർ മീനിങ് ആണ് അദ്ദേഹം ഇവിടെ പറയുന്ന ലീവ് വിത്ത് മോർ പ്രസൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സൂചിക്കപ്പെട്ട ഈ വാചകം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെയും വെളിച്ചം വരും. ഈ ഇലയെപ്പോലെ, ഒഴുകി പോകുന്ന ഇലയെപ്പോലെ അത് എത്തേണ്ടടുത്ത് അതിനെത്തിച്ചേരാൻ പറ്റും എന്നാണ് ഈ ക്ലോസിംഗ് റിഫ്രഷിൽ കൂടെ പറഞ്ഞ ഈ ചെറിയ ചാപ്റ്റർ അദ്ദേഹം അവസാനിപ്പിക്കുന്നതും ഇതേപോലെ സൂചിപ്പിക്കുന്ന വരികളിൽ കൂടി തന്നെയാണ്. വളരെ ചെറിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഇതിന് ശേഷം വളരെ ഒരു 5-6 മിനിറ്റുള്ള ഒരു മെഡിറ്റേഷൻ ഈ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് ആ മെഡിറ്റേഷനിലേക്ക് ഒന്ന് പോകാം. നമുക്ക് Gently close your eyes. കണ്ണുകൾ സാവകാശം അടയ്ക്കുക. നിങ്ങളുടെ ശരീരം ശാന്തമാകാനും ശ്വാസം അതിൻ്റെ സ്വാഭാവിക താളത്തിലേക്ക് എത്താനും അനുവദിക്കുക. ഈ നിമിഷത്തിൽ നാം ലവോത്സുവിൻ്റെ താവോ തേ ചിങ് എന്ന കൃതിയിലെ 3-ാം അധ്യായത്തിലെ ധ്യാനങ്ങൾ എന്തൊക്കെയാണെന്ന് തേടുകയാണ്. ഈ അധ്യായം ആഴത്തിലുള്ള ലാളിത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനസ്സിനെ ശാന്തമാക്കുക, ഹൃദയം ശൂന്യമാക്കുക, ആഗ്രഹങ്ങളെ വിട്ടുകളയുന്നതിലൂടെ സമാധാനം കണ്ടെത്തുക. ഇനി ഒരു ദീർഘശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ പിടിച്ചു വച്ചിട്ടുള്ള എല്ലാ പിരിമുറുക്കങ്ങളെയും വിട്ടുകളയുക. ഭൂമി നിങ്ങളെ താങ്ങുന്നതായി അനുഭവിക്കുക. താവോ തേ ചിങ് പറയുന്നു, ചില കാര്യങ്ങളെ ആളുകൾ മനോഹരമായി കാണുമ്പോൾ മറ്റ് കാര്യങ്ങൾ വൃത്തികെട്ടതായി മാറും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. എത്ര തവണയാണ് നമ്മൾ കാര്യങ്ങളെ താരതമ്യം ചെയ്ത് നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർവചിക്കുന്നത്? നല്ലത് അല്ലെങ്കിൽ ചീത്ത, മനോഹരം അല്ലെങ്കിൽ വൃത്തികെട്ടത് എന്ന് വിധിച്ചുകൊണ്ട് ചില മൂല്യങ്ങളെയോ നേട്ടങ്ങളെയോ നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോൾ അവയുടെ വിപരീതങ്ങളായ അസൂയ, മത്സരം, കലഹം എന്നിവയ്ക്കുള്ള ഇടം നമ്മൾ അറിയാതെ നാം തന്നെ സൃഷ്ടിക്കുന്നു എന്ന് ലവോത്സു പറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഒന്നും വിധിക്കാതെ ഒരു ആകാംക്ഷയുടെ മാത്രം.
നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? ഒരു പ്രമോഷൻ, അല്ലെങ്കിൽ പുതിയ ഒരു വസ്തുവകകൾ വാങ്ങുന്നത്, ഒരു പ്രത്യേക പദവി, ഇങ്ങനെയൊക്കെയാണോ? ലാവോ ത്സു പറയുന്നു, ജ്ഞാനിയായ വ്യക്തി അവരുടെ ഹൃദയത്തെ ശൂന്യമാക്കി വയറിനെ നിറച്ചും ഭരണം നടത്തുന്നു എന്ന്. ഇത് അക്ഷരാർത്ഥത്തിലുള്ള വിശപ്പിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആഴത്തിലുള്ള ഒരു പോഷണ അറിവിനെക്കുറിച്ചാണ്. ഇത് അനന്തമായ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളുടെയും സമ്പാദനത്തിൻ്റെയും മാനസിക കലഹത്തെ വിട്ടുകളയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പകരം ലളിതമായ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ശാന്തമായ തടാകം നിങ്ങൾ മനസ്സിൽ കാണും. അതിൻ്റെ ഉപരിതലം വളരെ നിശ്ചലവും വളരെ വ്യക്തവുമാണ്. ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് ഒരു ചെറിയ കല്ല് എറിയുന്നത് സങ്കല്പിക്കും. ആ ഓളങ്ങൾ നിങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളുമാണ്. അവ ഉപരിതലത്തെ അസ്വസ്ഥമാക്കും. ആഴം കാണാൻ വളരെ പ്രയാസം ഉണ്ടാക്കും. ഈ കല്ലുകൾ എറിയുന്നത് നിർത്തുകയല്ല നമ്മുടെ പരിശീലനം, മറിച്ച് ആ ഓളങ്ങളെ നിരീക്ഷിച്ച് അതിൽ കുടുങ്ങാതെ ഇരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ മനസ്സിൻ്റെ തടാകം കൂടുതൽ കൂടുതൽ ശാന്തമാകും. ഇപ്പോൾ നാം കേട്ട ഈ വാക്കുകളും ആശയങ്ങളും ഒക്കെ മാഞ്ഞു പോകട്ടെ. ഈ ഒരു ശാന്തമായ നിശ്ചലത ഉണ്ടല്ലോ, അതിൽ വിശ്രമിക്കുക മാത്രം ചെയ്യും. ഹൃദയം അതിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് ശൂന്യമാകട്ടെ. മനസ്സ് വിധികളിൽ നിന്നും സ്വതന്ത്രമാകട്ടെ. നിങ്ങൾ എപ്പോഴും ഇപ്പോഴും ഉള്ളതുപോലെ പൂർണ്ണനാണ്. നേടാൻ ഒന്നുമില്ല, നേടാനായി ഒന്നും തന്നെയില്ല, പോകാനായി ഒരു ഇടവുമില്ല. വെറുതെ ഈ ശാന്തതയിൽ, ഈ നിശ്ചയത്തിൽ മാത്രമായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉയർച്ചയും താഴ്ചയും അനുഭവിക്കുക. ജീവിതത്തിൻ്റെ സൗമ്യമായ താളം. ലാവോ ത്സുവിൻ്റെ ജ്ഞാനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ സമാധാനം കൂടുതൽ നേടുന്നതിലല്ല, മറിച്ച് കുറച്ച് ആഗ്രഹിക്കുന്നതിലൂടെയാണ് ഉണ്ടാകേണ്ടത് എന്നാണ് ലാവോ ത്സു പഠിപ്പിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈ നിശ്ചയതയെ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് ഓർക്കുക. ഇനി ഒരു ദീർഘ ശ്വാസമെടുക്കുക. സാവകാശം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് എക്സേൽ.
നിങ്ങൾ തയ്യാറാകുമ്പോൾ കണ്ണുകൾ വളരെ ശാന്തമായി തുറക്കുക. ഈ സമയം ചെലവിട്ടതിന്, പങ്കിട്ടതിന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സാബു സാർ. ഓവർ ടു താങ്ക് യു സാർ. സാർ. താങ്ക് യു വെരി മച്ച് സാർ. വളരെ മനോഹരമായ ഒരു സെഷൻ, ലാളിത്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന, അല്ലേ, പരമോന്നതമായ ജ്ഞാനം എന്നൊക്കെ പറയാം. അത്ര വിസ്റ്റം, ഒരു സിംപ്ലിസിറ്റിയുടെ വിസ്റ്റം എങ്ങനെയാണ് നമ്മളിലേക്ക് ചേർന്നത്. ഇതൊന്നും നമുക്കറിയാത്തതല്ല, പക്ഷേ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അല്ലേ? ജീവിത സാഹചര്യങ്ങൾ, വഴികളിലൂടെയൊക്കെയുള്ള യാത്രയിൽ നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ശ്രമം. താങ്ക് യു സാർ, താങ്ക് യു. നമുക്ക് റോയ് സാറിൽ നിന്ന് തുടങ്ങാം. റോയ് സാർ. താങ്ക് യു സാർ. ഈ തത്വങ്ങളൊക്കെ വേണ്ടാത്ത രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നുപോയി. സാറ് പറഞ്ഞ പോലെ നദിയിൽ വീണ ഇല പോലെ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ പോകുന്നു എന്നാണ് നമ്മൾ ആശയത്തിൽ കണ്ടേക്കുന്നത്. അതല്ല, സാഹചര്യങ്ങൾക്കൊത്ത് ജീവിക്കുക എന്നുള്ളതാണ് സാറിപ്പോൾ പറഞ്ഞ ആ ഒരു ഭാഗം. അപ്പോൾ ഇത് ഈ വക്കീൽമാർ കോടതി വാദിക്കുന്നത് പോലെ അവരവരുടെ സൗകര്യത്തിനാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒക്കെ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് ജീവിക്കുക, കഴിവുള്ള വ്യക്തികളെ അമിതമായി ബഹുമാനിക്കാതിരിക്കുക, അങ്ങനെ ബഹുമാനിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ പറഞ്ഞു. വസ്തുക്കൾക്ക് അമിതമായി വില കൽപ്പിച്ചാൽ അത് മോഷ്ടിക്കപ്പെടും. ഇതൊക്കെ വളരെ കറക്റ്റായ കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഒരു വ്യാഖ്യാനങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നു, എങ്കിലും അത് ഉൾക്കൊള്ളാൻ സാധാരണ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാറ് പറയുന്ന ആ പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്ന ഭാഗം, അതായത് മൈൻഡ്ഫുൾനെസ്സിനകത്ത് അത് തന്നെയാണ് പറയുന്നത്, പ്രസൻറ്റിൽ ജീവിക്കുക. കാരണം പാസ്റ്റും ഫ്യൂച്ചറുമാണ് നമ്മളിൽ ആകെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണല്ലോ നമുക്ക് ദുഃഖവും മറ്റു കാര്യങ്ങളും ഇതെല്ലാം കയറി വരുന്നത്. പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ഫിയറാണ്, ആശങ്ക വരുന്നത് ഭാവി. ഇതൊന്നുമില്ലാതെ പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ സാർ പറഞ്ഞതിൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക, ഇതൊക്കെ തത്വങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഇതാരും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. പിന്നെ എന്തുകൊണ്ട് ആൾക്കാരത് ഉൾക്കൊള്ളുന്നില്ല? ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ മഹർഷിമാരും അതുപോലെയുള്ള അവർക്ക് വേണ്ടി മാറ്റിവെച്ചതായിട്ടാണ് ജനം കാണുന്നത്. ഏതായാലും സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. കാരണം നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും ഒക്കെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇതിന് വിപരീതമായുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അത് വളരെ കറക്റ്റായത്. ഏതായാലും ഈ വൈരുദ്ധ്യങ്ങളുടെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അന്യോന്യ ബന്ധം. ഇപ്പോൾ വിസ്ഡം ഓഫ് സിംപ്ലിസിറ്റിയുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മളിൽ നിറയുന്നു. ആ ഒരു ശ്രമത്തിന് വളരെയധികം അഭിനന്ദനങ്ങൾ. സാറിൻ്റെ ക്ലാസ്സും ബുക്ക് വായിച്ചിട്ട് പറയുന്ന പോലെയല്ല, ആ വായിച്ച് സാർ ഉൾക്കൊണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് പോലെ തോന്നി. വളരെ ഇതായിട്ട് അതെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ ഉൾക്കൊള്ളുന്നതായിട്ടാണ് പറയുന്നത്. മറ്റേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം, അതിങ്ങനെയാണ് ഞാൻ വായിച്ചെടുത്ത് കിട്ടിയെന്നല്ല, ഇത് ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന പോലെ ആയിരുന്നു സാറിൻ്റെ ക്ലാസ്സുകൾ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാം. മർജതി മാം പറയും. ഹായ് മനോജ് സാർ, സാബു സാർ, എല്ലാവർക്കും എൻ്റെ ആശംസകൾ. സാർ കുറേയായി സാർ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയി ഈ ക്ലാസ്സിൽ. കാരണം ഞാൻ ഇതുപോലൊരു ക്ലാസ് എടുത്തിരുന്നു പെൻഷനേഴ്സിന്, അതായത് സ്പിരിച്വൽ വേ ഓഫ് ലിവിങ്.
അതിൽ കറക്റ്റ് സാറ് പറഞ്ഞ എല്ലാ പോയിന്റ്സും അന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഈ എന്താ ലാവോ സിംഗ് സാറ് ശരിക്ക് കറക്റ്റായിട്ട് നമ്മളെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഒക്കെ ടച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ ബുക്ക് എഴുതിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുക ശരിക്ക്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ വേ ഓഫ് ലൈഫ്, അത് കറക്റ്റ്. എംപതി, അതായത് ഷെയറിങ് അതേഴ്സ് ഫീലിംഗ് ആസ് അവർ ഓൺ ഫീലിംഗ്, അതൊക്കെ ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്താണ്. ഡു ഫ്രം ഹാർട്ട്, അതാ സാർ പറഞ്ഞില്ലേ എഫേർട്ട്ലെസ് വർക്ക്, ഇതിന്റെയൊക്കെ പേര് മാറ്റം മാത്രം. ഡു ഫ്രം ഹാർട്ട്, അതായത് നമ്മൾ ഹാർട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ എഫേർട്ട്ലെസ് ആയിരിക്കും. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ചെയ്യുന്നവരാണ് നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യാന്നുള്ളത് കറക്റ്റ്. പിന്നെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, ശരിക്കും നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഹംപിൾ ആവും. പലപ്പോഴും നമ്മൾ സ്വയം മനസ്സിലാക്കാത്ത മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ ചാലഞ്ച് എഗെയിൻസ്റ്റ് വൺ സെൽഫ്, അതായത് നമ്മൾ വേറെ ആളോട് കോമ്പീറ്റ് ചെയ്യുന്നവരാണ് നമുക്ക് ഭയങ്കരമായിട്ട്, സാറ് പറഞ്ഞ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വന്നാൽ നമ്മളെ സ്പിരിച്വാലിറ്റി നശിച്ചു പോകും. അതേസമയം നമ്മളെപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ വിജയത്തില് അമിത ആഹ്ലാദം കണ്ടെത്തരുത്, കറക്റ്റ് അല്ല സാറ് പറഞ്ഞാൽ അത് കറക്റ്റ് പോയിന്റ് ആണ്. അതായത് അങ്ങനെ പരാജയത്തിൽ നമ്മൾ വല്ലാണ്ട് താഴാനും പാടില്ല. പരാജയവും വിജയവും നമ്മൾ ഒരേമാതിരി എടുക്കണം, അത് കറക്റ്റ്. സ്പിരിച്വൽ ആയിട്ട് നല്ല ഹൈ ലെവലുള്ള ആൾക്കാർ എപ്പോഴും അങ്ങനെയായിരിക്കും, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ. പിന്നെ ഈ ക്ഷമ, അതായത് ടേക്ക് ടൈം ടു റിയാക്ട്, നമ്മൾ എല്ലാത്തിനും പെട്ടെന്ന് ഒരു ക്ഷമയില്ലാണ്ട് റിയാക്ട് ചെയ്യുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. പിന്നെ മൈൻഡ്ഫുൾനെസ്, അത് കറക്റ്റ് അല്ലേ സാറേ? ശരിക്കും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ 1 at a time പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായാൽ നമുക്ക് ഒരുവിധം കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടണം, അതും വണ്ടർഫുൾ പോയിന്റ്. പിന്നെ അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ്, ശരിക്കും അതാണ് നമ്മൾ ഈ ലോകത്തിലുള്ള എന്തിനോടെങ്കിലും വല്ലാണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നവരാണ് നമുക്ക് ഭയങ്കര ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുക. എല്ലാം ഒരു ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് ബി കാം ആൻഡ് കൂൾ. വണ്ടർഫുൾ പോയിന്റ്. മെറ്റീരിയൽ തിങ്സിനോട്, അതായത് മെറ്റീരിയൽ തിങ്സിനോട് വളരെയധികം അറ്റാച്ച്മെന്റ് കാണിക്കുമ്പോഴാണ് അവർക്കാണ് ഒരിക്കലും സമാധാനം കിട്ടാത്തത്. ഇതെല്ലാം പോവുക, നമ്മൾ മരിച്ചു പോയാൽ തന്നെ അവർക്ക് ബേജാറാക്കി ഈ സാധനങ്ങൾ എവിടെ ഇട്ടേച്ച് പോണ്ടേ എന്നുള്ള ആ സമാധാനക്കേടുകൊണ്ട് അവരുടെ ജീവിതം ദുസ്സഹമാവും. ഇനിയോ സാറേ, വളരെ നല്ല ക്ലാസ്, വളരെ താങ്ക് യു വെരി മച്ച്. നല്ല താങ്ക് യു സർ. മെഡിറ്റേഷനും താങ്ക് യു. താങ്ക് യു മാം, തീർച്ചയായിട്ടും. അനിൽകുമാർ സാർ ഫ്രീ ആണോ? പറഞ്ഞു സാറ് പോയോ? ഓക്കെ, ദെൻ ടോമി സാർ, അജിത മാം, രമാവതി മാം, സ്നേഹത മാം, അവർക്ക് പറയൂ. രമാവതി മാം പറയും. സാബു സാർ, അതുപോലെ മനോജ് കുമാർ സാർ. ഒരു മിനിറ്റ്, ഒരു കുറച്ച് വോളിയം കുറക്കണം ടിവിന്റെ പ്ലീസ്. സാറേ, നല്ലൊരു ക്ലാസ് ആണ് സാറിന്റെ ക്ലാസ്. എപ്പോഴും അതുപോലെയാണ്, എല്ലാ പാൻറ്റും വെച്ചിട്ട് നല്ല രീതിയിലാണ് സാറ് പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ പറഞ്ഞ പോലെ തന്നെ സാറേ, കാരണം മോഹങ്ങള്, അതായത് മോഹമാണ് എല്ലാ വിപത്തിനും കാരണം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ സമൂഹത്തിലാണെങ്കിലും പിന്നെ പോക്സോ കേസെല്ലാം വരുന്നത് മോഹം ഉണ്ടായതിനെ കൊണ്ടാണല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടെല്ലാം വരുന്നത്. അപ്പം മോഹം, നല്ല മോഹങ്ങള്, ആവശ്യമുള്ള മോഹങ്ങൾ വേണം, അല്ലാതെ കണ്ട് അതിമോഹം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അത് തന്നെ സാറ് പറഞ്ഞു, അതായത് ഹൃദയം നല്ല എന്താ പറയണ്ടേ, തെളിഞ്ഞ രീതിയിൽ തന്നെ വേണം എന്നുള്ളത്. മനസ്സിൽ പോസിറ്റീവ് ചിന്താഗതി വേണം, ഹൃദയം എപ്പോഴും തെളിഞ്ഞിരിക്കണം നല്ല രീതി. അതല്ല സാറിന്റെ ഓരോ പോയിന്റ്, ഇപ്പം പിന്നെ അമർജ്യോതി മാം കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ ഫിസിക്കലായാലും മെന്റലായാലും നമ്മള് ടെൻഷൻ ഇല്ലാതെ ജീവിക്കണം. ടെൻഷൻ ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ഇതന്നെ സംഭവം. മോഹം ഉണ്ടെങ്കിൽ അത് എത്തിപ്പെടാനുള്ള ടെൻഷനിലായിരിക്കും എല്ലാവരും. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ കഴിഞ്ഞില്ലെങ്കിൽ ലോൺ എടുക്കാനോ കടം മേടിക്കാനെല്ലാം സന്നദ്ധരായിരിക്കും അവര്. അപ്പൊ പിന്നെ അതിന്റെ പുറകെയായി, അതിന് പലിശ കൊടുക്കണം, അതെങ്ങനെ തീർക്കും എന്നുള്ളതിൽ. പിന്നെ കടത്തമ്മ കടം, ഇങ്ങനെയെല്ലാം വരും. ലാളിത്യം എന്ന് പറയുമ്പോ ഒരുപാട് എന്താ പറയേണ്ടത്, ചിലവര്
വേണ്ടാത്ത രീതിയിൽ പ്രായമായി കഴിയുമ്പോഴും സ്വർണത്തിനൊക്കെ മോഹിക്കുന്നവരുണ്ട്. അത് വീണ്ടും ഒരു വാങ്ങിച്ചോളാ, ഇങ്ങനെ വാങ്ങിക്കാന്നുള്ള രീതിയിൽ എല്ലാ കാര്യത്തിനും വേണ്ടാത്ത കുറെ സാധനം വാങ്ങിക്കൂട്ടുക. പിന്നെ തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പം ഒരേ കാറുണ്ട്, അത് കുറച്ച് പഴയതാകുമ്പോ വീണ്ടും നല്ല ബ്രാൻഡ് വരുമ്പോ അതിലേക്ക് അങ്ങോട്ട് പോയിട്ട് അത് പിന്നെ ഓട്ടോമാറ്റിക് ആണോ അങ്ങനെ അതിപ്പം അതെനിക്ക് തോന്നി ഈ തീവ്രമോഹങ്ങള് ആഗ്രഹങ്ങളെല്ലാം വരുന്നത് അത് അവനവന്റെ കുഴപ്പമില്ലാതെ ചിലപ്പം അതിനുള്ള എന്താ പറയണ്ടേ മക്കളില് കുറച്ചും കൂടി ഇതായിട്ട് സ്ട്രെസ് അടുപ്പിക്കുന്ന രീതിയിൽ വരുമ്പോഴും അങ്ങനെ വരാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഉള്ളത് മതിയാവൂല, അത് നമ്മളെ പിന്നെ എന്താ പറയുക സമൂഹത്തിൽ നമുക്കതൊരു കുറച്ചിലാണ്, മറ്റവർ അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് കീഴടങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വരുന്നത്. പിന്നെ പ്രകൃതിന്റെ സാറ് പറഞ്ഞല്ലോ, പ്രകൃതിയിൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സാറേ, പ്രകൃതിയായിട്ട് നമ്മള് പണ്ട് പ്രകൃതിയിൽ തന്നെ ഇടപെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയിൽ പിന്നെ പണ്ട് ഈ മെഡിസിൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ സാറേ. മെഡിസിൻ ഇല്ലാതിരിക്കുമ്പോൾ മൂപ്പന്മാര് അവിടെ എത്തിയിട്ടാകുമ്പോ കാട്ടിലെത്തിയിട്ടാകുമ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവര് എന്തെങ്കിലും മരുന്ന് കൊടുത്താല് അത് ഉടനെ സുഖപ്പെട്ടു. അതായത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ മഴുവിനെ കൊണ്ട് പിന്നെ മരം വെട്ടുമ്പോൾ അത് കൊണ്ടിട്ട് കാലിങ്ങനെ വല്ലാണ്ടതായിട്ട് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു, കാലിന് നിറയെ ഇങ്ങനെ വരുമ്പം മൂപ്പനൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു പിന്നെ എന്താ പറയണ്ടേ കാന്താരീന്റെ തൈ സമൂലം പറിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അതിങ്ങനെ സമൂലം അരച്ച് കലക്കി അയാളെ കുടിപ്പിച്ച ഉടനെ ആ ബ്ലഡ് അങ്ങനെ നിന്നു എന്നാ പറയുന്നത്. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ പിന്നെ അതിന് വേണ്ടി ഇതൊന്നും ആരും സാറ് പറഞ്ഞ പോലെ ആരും വകവെക്കുന്നില്ല. ഇപ്പൊ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മള് ഇതിപ്പം എന്താ പറയണ്ടേ, നമ്മളെ കൈ നോക്കുമ്പോ ഇത് അഗ്നി എന്നും ഇത് വായു എന്നും ഇത് ആകാശം എന്നും റിംഗ് ഫിംഗർ എർത്ത് എന്നും സ്മോൾ ഫിംഗർ വാട്ടർ എന്നെല്ലാം പഠിപ്പിക്കുന്നത് നമ്മള് പഞ്ചഭൂതങ്ങളിലുള്ള തത്വങ്ങളാണ്. അത്ര കണ്ട് നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ യോഗയിലെല്ലാം ഈ താടാസനം എന്ന് പറയുമ്പോൾ ഈ നമ്മള് പിന്നെ മരം അതല്ലേ പർവ്വതം പോലെ നിൽക്കണം, അംഗാസനം എന്ന് പറയുമ്പോൾ മുയലിനെ പോലെയാണെന്നും, മത്സ്യാസനം എന്ന് പറയുമ്പോൾ അതുപോലെ എല്ലാ ആസനങ്ങൾ പോലും പ്രകൃതിന്റെ പിന്നെ ജീവജലങ്ങളോടെല്ലാം യോജിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. പ്രകൃതിയായിട്ട് മനുഷ്യനൊരു ഇണങ്ങിച്ചേരലുണ്ട്. അതിൽ നിന്ന് വിട്ടുപോയി സാറേ. സാർ നേരത്തെ പറഞ്ഞ പോലെ കൈവിട്ടുപോയി നമ്മള്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞില്ലേ ഒഴുകുന്ന ഇല, നമ്മളെ റോയ് സാറ് പറഞ്ഞു ലക്ഷ്യമില്ലാതെ ഒഴുകുന്ന ഇത് വെള്ളത്തിലൊഴുകുന്ന ഇല പോലെ ഇങ്ങനെ പോവുകയാണ്. ആരോ ഇങ്ങനെ പറയുമ്പോ നയിച്ചു കൊണ്ടുപോകുന്ന ലൈഫ് പോലെയാണ്. അതിന് ഒരു കടിഞ്ഞാണ് വേണം സാറേ. കടിഞ്ഞാണ് ഇട്ടേ പറ്റൂ. ഇപ്പൊ സാറിനെ പോലെയുള്ള നല്ല ആൾക്കാരുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് കുറച്ചൊക്കെ മാറ്റം വരും സാറേ. ചിന്തിക്കാൻ തുടങ്ങും, ഇത് ശരിയാണോ അല്ലേ, നമുക്ക് അതിനൊരു കടിഞ്ഞാണ് വേണ്ടേ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഞാനിങ്ങനെ അത് കേട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ കേട്ടത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സാബു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഇനി ആരാ സംസാരിക്കുന്നത്? രമാദേവി മാം. സാറേ ഞാൻ പറയാം സാറേ. ഓക്കെ, ഈ ക്ലാസ് എടുത്ത മനോജ് സാറിനും സാബു സാറിനും ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ലളിതമായി ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിലൂടെ മനോജ് സാർ നമുക്ക് വിവരിച്ചു തന്നത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബലപ്രയോഗത്തിലൂടെയല്ല വിനയത്തിലൂടെയാണ് ലീഡേഴ്സ് ജനങ്ങളെ നയിക്കേണ്ടത്. പിന്നെ വ്യക്തികളെ അമിതമായി ബഹുമാനിച്ചാൽ അവരിൽ മത്സരബുദ്ധി ഉണ്ടാകും. പിന്നെ വസ്തുവകൾക്ക് അമിതമായ വില കൽപ്പിക്കരുത്, അവ മോഷ്ടിക്കപ്പെടാനുള്ള വരും. പിന്നെ വൂവ എന്ന തിയറി, അത് വളരെ നല്ലൊരു തിയറിയാണ്. കാര്യങ്ങൾ സ്വാഭാവികമായി നടക്കാൻ അനുവദിച്ച് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച് ശ്രമരഹിതമായി പ്രവർത്തിക്കണം. ചുരുക്കത്തിൽ ലാളിത്യത്തോടെ, വിനയത്തോടെ, സമാധാനത്തോടെ, മത്സരബുദ്ധി ഒഴിവാക്കി, അമിതമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി, വർത്തമാനകാല ജീവിതത്തിൽ ശ്രദ്ധിച്ച് പ്രകൃതിയോട് ഇണങ്ങി ശ്രമരഹിതമായി പ്രവർത്തിച്ചാൽ നല്ല ഒരു സമ്പൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് മനോജ് സാർ ഇതിൽ നിന്ന് മനസ്സിലാക്കി തന്നു. നന്ദി സാർ, വളരെ നന്ദി. താങ്ക് യു മാം, താങ്ക് യു. ഇനി സ്നേഹിത മാം, ഡോക്ടർ ടോമി സാർ, ആർക്കെങ്കിലും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനോജ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യൂ.
അൺമ്യൂട്ട് ടീച്ചർ. ഡോക്ടർ സുധൻ സാർ വന്നിട്ടുണ്ട്. ഡോക്ടർ ആ പറയൂ. യെസ് പറയൂ. സാർ നമസ്കാരം. ഞാൻ നീട്ടി പറയില്ല, ഞാൻ അതിന്റെ തുടക്കം കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു 10 minutes ലേറ്റായാണ് വീട് എത്തി ജോയിൻ ചെയ്തത്. അപ്പൊ അത് ഈ നമ്മുടെ ആചാര്യന്മാരും ഋഷിമാരും അതേപോലെ നല്ല വഴി കാണിച്ചു തരുന്നവരും ഒക്കെ ക്രമപ്പെടുത്തി ജീവിക്കാനായിട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ വളരെ ലളിതമായിട്ടൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ ഒരു കംപ്ലീറ്റ് ലൈഫ് ഏതാണ്ട് പൂർത്തിയാക്കാൻ ഇനി നാള് മാത്രം ബാക്കിയുള്ളവരാണ്. അപ്പൊ നമ്മൾക്ക് ഈ അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ വേണ്ടത്ര ഉള്ളവർക്ക് ഈ ക്ലാസ് വളരെ വളരെ പ്രയോജനകരമായിട്ട് തോന്നും. അപ്പൊ അതിന്റെ ഒരു അവതരണ രീതിയുണ്ട്. അപ്പൊ ഈ മനോജ് സാറിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഈ ആഭിചാരകർമ്മം പോലെ എന്ന് പറഞ്ഞാൽ ഈ അങ്ങനെ വേണ്ട വാക്കുകൾ മാത്രം എടുത്ത് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒഴുക്കി വിടുകയായിരുന്നു. അപ്പോൾ അത് നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ, പക്ഷെ അത് അടുക്കും ചിട്ടയോടും കൂടി അവതരിപ്പിക്കുമ്പോൾ അതിനൊരു അഴകും ഭംഗിയൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പൊ ഈ ആധുനിക ജീവിതത്തിൽ നമ്മൾ അഭിലാഷങ്ങളും അതേപോലെ ആഗ്രഹങ്ങളും ആക്രാന്തങ്ങളും എല്ലാം കൂടെ ചേർന്ന് മിക്സായി കിടക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ പിന്നെ കടുത്ത മത്സരങ്ങളുടെയൊക്കെ ഒരു ലോകമാണ് നമ്മളുടേത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് എത്ര ഓടി അകലാൻ ടെക്നോളജി വഴി നമുക്ക് സാധിക്കും, അത്രയും നമ്മൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അത് ഈ ആഹ്ലാദങ്ങളും അതൊക്കെ ഈ ഹൃദയത്തിലേക്ക് ആരും നോക്കാൻ നേരമില്ലാത്ത ഒരു കാലമാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാം തന്നെ ഇപ്പോൾ പൊങ്ങച്ചങ്ങളും അതേപോലെ. അപ്പോൾ ഇന്നലെ ഒരു കല്യാണ ഉറപ്പിക്കലിന് ഞാനും ഭാര്യയൊക്കെ കൂടെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അത്ര വലിയ റിച്ച് ഒന്നുമല്ല, ഒരു സ്കൂൾ മാഷും മാഷിയാണ് പേരൻസ്. അപ്പോൾ അവരവിടെ ഒരു ഉറപ്പിക്കലിന് വേണ്ടിയിട്ട് ഒരു പ്രണയവിവാഹം ഉറപ്പിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്ന 10 പെൺകുട്ടികൾ, അവരുടെ ചങ്ങാതിമാരായ 10 ആൺപിള്ളേർ, ഇവരെല്ലാം കൂടി ഈ ഉറപ്പിക്കൽ ചടങ്ങെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാം എന്നുള്ളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവരങ്ങോട്ട് ഘോര നൃത്തം തുടങ്ങി സ്റ്റേജിൽ. എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പണ്ട് സിനിമയിൽ കണ്ടിരുന്ന ഡാൻസുകളില്ലേ, ഈ നമ്മളെ ഈ ഐറ്റം ഡാൻസ് ഒക്കെ എന്ന് പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിയില്ല, കാരണം അവർ ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഈ ഐറ്റമാണ്. അപ്പൊ അങ്ങനെ ഉള്ള അവർ ഈ പ്രേതം ആവാഹിച്ചതുപോലെ ബഹളം വെച്ച് തുള്ളിച്ചാടി പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാം അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഭക്ഷണവും എല്ലാം കഴിഞ്ഞു പോകുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ ഒരു LP സ്കൂൾ മാഷിനും മാഷിക്കും കൂടെ ഇത് ഇത്രയൊക്കെ ഒരുക്കാൻ വേണ്ടി എത്ര പണം ചെലവാക്കിയിട്ടുണ്ടാവും. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഈ ആക്രാന്തങ്ങളും മോഹങ്ങളും അതിമോഹങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ, നമ്മളെപ്പോലെ മുതിർന്നവർ ജീവിതത്തിന്റെ മുക്കാലും പിന്നിട്ടവരൊക്കെ ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിന്റെ വ്യർത്ഥതയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഈ പുതിയ തലമുറയ്ക്ക് ഇതിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയധികം മാർക്കറ്റിന്റെയും അതേപോലെ കൺസ്യൂമറിസത്തിന്റെയും ഒക്കെ ഈ വലിയ ഷോ, വലിയ കെട്ടുകാഴ്ചകൾ, ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെപ്പോലുള്ളവർക്ക് അത് മനസ്സിലാവും, നമുക്കത് ഉൾക്കൊള്ളാനും കഴിയും. കാരണം ഉള്ളിലേക്ക് നോക്കിയിട്ട് ഇരിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ 7 മണി മുതൽ 8 മണി വരെ ചെലവഴിക്കുന്ന ഒരു സമയം ഈ 24 മണിക്കൂറിൽ ഏറ്റവും ഈ വിലപ്പെട്ട എന്ന് പറഞ്ഞാൽ 916 എന്ന് പറയാവുന്ന ഈ 24 hours നമ്മൾ 7 to 8 നമ്മൾ ഇതിനായിട്ട് കണ്ടെത്തുന്ന ആ സമയം, അതിൽ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണെങ്കിലും അത് ക്രമമായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് ഒഴുക്കി ഇറക്കുന്ന സാറിൻ്റെ ഒരു ഭാഷയും അവതരണ രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ സാർ ആ മെഡിറ്റേഷൻ ഇല്ലേ, ആ മെഡിറ്റേഷൻ അതിലൊരു ഈ ഏകാന്ത നിമിഷങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ടോക്കിംഗ്, ഈ പോറിങ് ഇൻ ഓൺ അവർ ഹെഡ്, അത് ഇങ്ങനെ ഒഴുകി തലയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ഈ ധ്യാനത്തിന്റെ ഒരു ഇങ്ങനെ അടരുകൾ പൊളിച്ച് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ഈ ശ്വസനത്തിൽ കേന്ദ്രീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ ഒരു ദീർഘശ്വാസം എടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം നെഞ്ഞിൻ്റെ ഉയർച്ചകൾ താഴ്ചകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നെങ്കിലും പിന്നെ അതിലൊരു എന്താ പറയുക, എനിക്ക് മാത്രമായിട്ടൊരു നിമിഷം സാറ് തന്നില്ല. കുറച്ചു നേരം എന്നെ മാത്രമായിട്ട് ശൂന്യതയിലേക്ക് എന്നെ വിടണമായിരുന്നു. അത് ഉണ്ടാവാതെ ഞാൻ ഈ കാതിങ്ങനെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു, ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നെങ്കിലും കാതുകൾ എവിടേക്കോ സാറിൻ്റെ ശബ്ദത്തിന് വേണ്ടി ഇങ്ങനെ കൊതുക്കി ഓടുകയായിരുന്നു. അപ്പൊ അതിനകത്തൊരു ഇത്തിരി ഈ ഒരു പ്രശാന്തമായ ഒരു നിമിഷം
സാറ് തരേണ്ടതായിരുന്നു ഒരിത്തിരി. അപ്പോൾ എൻ്റെ അനുഭവമാണ് കേട്ടോ, ബാക്കിയുള്ളവരുടെ അല്ല ഞാൻ പറഞ്ഞു. അതിൽ പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ഞാൻ നോക്കി വന്നപ്പോഴത്തേ അതങ്ങ് കഴിഞ്ഞും പോയി, അത് വേഗം അങ്ങ് കഴിഞ്ഞു പോയി. അപ്പം അങ്ങനെ ഒരു ഒരു ഇത് പ്രത്യേകം ഓരോ ധ്യാനങ്ങളും ഓരോ തരമാണല്ലോ. അപ്പോൾ അതേപോലെ നന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗമൊക്കെ കേൾക്കാനായിട്ട് ഗീതയായാലും അതേപോലെ തന്നെ ഈ ഈ ചൈനീസ് ഇതായാലും എല്ലാം നന്മകളുടെ വഴികൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ആചാര്യന്മാരുടെ പരിശ്രമങ്ങളൊക്കെയാണ്. നമ്മുടെ വെള്ളിയാഴ്ചത്തെ തിരുക്കുറളും ഒക്കെ ഇതുമായിട്ട് ചേർന്ന് പോകുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അത് ഈ ഉള്ളിലേക്ക് നോക്കിയിരിക്കല്, ഈ ത്യജിക്കല്, അതൊരു വലിയ സുഖമാണ് സാർ. നമ്മൾ ഈ കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷങ്ങളുണ്ടല്ലോ, നമുക്ക് കിട്ടുമ്പോൾ ഇപ്പോൾ ഓണത്തിന് നമുക്ക് പലതും കിട്ടാൻ ഇരിക്കും, നമ്മൾ കൊടുത്തു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു 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 പരമാനന്ദമുണ്ട്. നമുക്കത് ഈ മുതിർന്നവർക്ക് കിട്ടുന്ന ഒരു പരമാനന്ദം. അപ്പോൾ ഈ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഈ മറ്റുള്ളവർക്ക് കൊടുക്കുക, അത് ദാനമല്ല, നമ്മളങ്ങ് നൽകുമ്പോൾ കിട്ടുന്ന ഒരു വലിയ വിശ്രാന്തിയുണ്ട് മനസ്സിൻ്റെ. അത് കിട്ടുന്ന ആളിൻ്റെ സന്തോഷത്തിനേക്കാൾ ഏറെ ഗംഭീരമായിട്ട് അത് ഫീൽ ചെയ്യും നമുക്ക്. എന്തായാലും അത് ഈ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്നു, കുറേ കാര്യങ്ങൾ ഈ വളരെ സുഖം നല്ല ജീവിതം ഒരുക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെയും ആഗ്രഹങ്ങളെയും ചിന്തകളെയും ഒക്കെ ക്രമീകരിച്ച് ആക്രാന്തങ്ങളുടെ ഒരു ഇതാണ്. ഇപ്പം നമ്മുടെ ഈ ഞങ്ങളുടെ പാലക്കാട്ടെ MLA-ക്കൊക്കെ പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷണപ്രഭാ ചഞ്ചലം ആയിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ അവസരം കിട്ടുമ്പോൾ ഈ കട്ടുതിന്നലും അനുയോജ്യമായ അല്പം ആഹാരം, അല്പം കാര്യങ്ങൾ അല്പമായിട്ട് ആസ്വദിച്ച് രുചിച്ച് കഴിക്കുന്നതിന് പകരം ഈ ഇത്തിരി ക്ഷണം വളരെ കുറച്ചു കാലേ ജീവിച്ചിരിക്കുന്നുള്ളൂ, അപ്പോൾ ആവുന്നത്ര പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ പണ്ട് ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്ന അതൊക്കെ ഈ ക്ലാസ്സൊക്കെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയും നമ്മളെ നയിക്കുന്നവർ ഒക്കെ ഇതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അവരൊക്കെ വളരെ കമ്പോസ്ഡ് ആയിട്ടിരിക്കാനും ഈ മനസ്സിനെ ഏകാഗ്രതമായി സൂചിമന പോലെ നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. എന്തായാലും ഞാനത് വീണ്ടും അതിൻ്റെ ആരംഭം മുതലുള്ളത് റെക്കോർഡഡ് വെർഷൻ കേൾക്കാം സാർ വന്നിട്ട്. അപ്പോൾ ധ്യാനം എൻ്റെ ഒരു അഭിപ്രായം സാറൊന്ന് ശ്രദ്ധിക്കണേ, അതിൽ ഈ ഏകാന്ത നിമിഷങ്ങൾ കിട്ടിയില്ല എനിക്ക്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് ഞാൻ തുടങ്ങാം. തീർച്ചയായിട്ടും ശരിയാണത്. പ്രത്യേകിച്ചും ഈ ഗൈഡഡ് മെഡിറ്റേഷനിൽ നമ്മളത് പറഞ്ഞു വരുമ്പോൾ ഞാനൊരു നിശ്ചലതയുടെ കാര്യം അവിടെ പറഞ്ഞെന്നുള്ളത് കറക്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അതിന് വേണ്ട സമയം കൊടുത്തില്ല എന്നുള്ളതും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് ഡോക്ടർ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത ഈ മെഡിറ്റേഷൻ പ്രോസസ്സിൽ അതിന് കുറച്ച് സമയം സമയം നമുക്ക് ധാരാളം ഉണ്ട്. കാര്യം നമ്മൾ ഈ ലവോട്സ് നമ്മുടെ ഈ പോർഷനിൽ നമ്മുടെ ഈ വിഷയത്തിൽ ചെറിയ ചാപ്റ്ററുകളിൽ നിന്നുള്ള കുറച്ച് കണ്ടന്റുകൾ നമ്മൾ എടുക്കാറുള്ളതുകൊണ്ട് സമയമുണ്ട്. ഒരുപക്ഷെ സമയം ഞാൻ ഇത്തിരി ഈ ടൈം കോൺഷ്യസ് ആയതുകൊണ്ടാണോ ഞാൻ ഓടിപ്പോയതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഡോക്ടർ സുധോധൻ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കണമല്ലോ, പ്രത്യേകിച്ചും മൗനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള സമയം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും വാലിഡ് പോയിന്റാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും കൂട്ടിച്ചേർത്ത് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൽ കൂടിയാണ് പോകുന്നത്. ഡേ ബൈ ഡേ എല്ലാ കാര്യത്തിലും ഒരു ദിവസം നമ്മൾ മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള കമൻറ്റുകൾ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഡോക്ടർ. ഞാൻ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓവർ ടു സാബു സാർ, നമ്മൾ വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഒരു കൺക്ലൂഷൻ. എക്സ്ക്യൂസ് മീ സാർ, ഡോക്ടർ പറഞ്ഞ കറക്റ്റ് ആണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. അതായത് കുറച്ച് എപ്പോഴും ഒരു ഫാസ്റ്റ് ആയി പോകുന്നു. മെഡിറ്റേഷൻ വളരെ സ്വസ്ഥമായിട്ട് കുറച്ചൊരു 15 മിനിറ്റ്സ് എങ്കിലും വേണ്ടതായിരുന്നു. കുറച്ചൊരു ഫാസ്റ്റ് ആയി പോയിട്ടുണ്ട് സാർ. അത് അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു സാർ. തീർച്ചയായിട്ടും അതെ. മെഡിറ്റേഷൻ്റെ ഇടയ്ക്ക് വേണ്ട പോസ് കറക്റ്റ് ആണ് പറഞ്ഞത്. കാര്യം നമ്മളൊരു പോയിന്റ് പറഞ്ഞപ്പോൾ ഡീപ്പ് ബ്രീത്തിൻ്റെ കാര്യം 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൊടുക്കണമെന്നുള്ളത് വളരെ കറക്റ്റാണ്. എങ്കിലേ അത് എഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം എപ്പോഴും അങ്ങനെ അതിൽ നിൽക്കണമെന്നുള്ള ഒരു ലിമിറ്റിൽ കൊണ്ടായിരിക്കുക. അപ്പോൾ പറഞ്ഞ വളരെ എന്നെ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു അവയർനെസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ മനസ്സിനെ ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് സാറേ. നമ്മളെ എന്താ പറഞ്ഞാലേ സാറ് അത് പറഞ്ഞിട്ട് നമ്മളത് ബ്രീത്തിങ് ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എക്സൽ പറയുമ്പം, അതായത്
1:2 ആണല്ലോ സാറേ, എക്സൽ വരുമ്പോ അത്ര വരും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആവാത്ത പോലെ ഉണ്ടായിരുന്നു. അത് സാറില്ല സാറേ, കാരണം സാർ അടുത്ത പ്രാവശ്യം ശരിയാക്കിയാൽ മതി. താങ്ക് യു സാർ. അതിനാച്ചാലേ നമ്മൾ ഈ അരണി സാറൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സാറ് പറഞ്ഞ് നമ്മൾ വിചാരിക്കും അയ്യോ സാറ് നമ്മൾ ഉറങ്ങിപ്പോയോ, സാർ ഉറങ്ങിപ്പോയോ എന്ന് തോന്നും. കാരണം ഗ്യാപ്പ് നല്ലോണം ഫീൽ ചെയ്യും. ആ ഗ്യാപ്പിലാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഇൻറ്റേർണൽ വർക്ക് കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ സാർ ഇച്ചിരി കൂട്ടിക്കോളും. സാർ അത് റെക്കോർഡ് ചെയ്തെടുക്കുമല്ലേ, അപ്പം ഒരു ഗ്യാപ്പ് വെച്ച് കൂട്ടിയാൽ മതി. പറയുമ്പോൾ നമുക്കത് ഒരുപക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്യാപ്പ് വരും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ, അതൊന്നും ഒരു പ്രോബ്ലം അല്ല. പക്ഷേ ഗ്യാപ്പ് എത്രയും കൂട്ടുന്നു അത്രയും ഇൻറ്റേർണൽ വർക്ക് നടക്കും. അതെ, നമുക്കിപ്പോൾ ഈ സെഷനിൽ നമുക്ക് മെഡിറ്റേഷനെ കുറച്ചുകൂടെ സമയം വേണമെങ്കിൽ അതായത് ദിവസത്തെ സബ്ജക്റ്റുകൾ സമയം നമുക്കിപ്പോഴും സമയമുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈം കോൺഷ്യസ് ആയതുകൊണ്ട് അത് തന്നെയാണ്, ആയിരിക്കണമെന്നല്ല, അതുകൊണ്ട് തന്നെയാണ് അത് തീർക്കുന്നത്. അപ്പോൾ 10 മിനിറ്റോളം വരുന്നു. ഞാൻ പറഞ്ഞു വരുമ്പം ഒരു 10 മിനിറ്റ്സിൽ ഞാൻ സാധാരണ അത് വരികൾ എഴുതുമ്പോൾ ചെയ്യാറുള്ളൂ. പക്ഷേ അതിന് വേണ്ട ഗ്യാപ്പ് വരുമ്പോൾ ഏതാണ്ടൊരു ഇപ്പോൾ പറഞ്ഞ രമാവതി മേഡം ഒക്കെ പറഞ്ഞതുപോലെയും സ്നേഹലത മാം പറഞ്ഞതുപോലെയും തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റിൽ നമുക്ക് ഈ ഗ്യാപ്പ് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. കുഴപ്പമില്ല സാർ, അത് 15-20 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഗ്യാപ്പ് കൂടുന്നതോറും നല്ലോണം കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. എന്തായാലും നമ്മളൊരു എഫേർട്ട് എടുക്കുമല്ലോ, അത് കുഴപ്പമില്ല. എനിക്ക് തോന്നിയത് സാറ് പറഞ്ഞത് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ഇത് ചിന്തിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് തരുന്നതായിട്ടാണ് തോന്നിയത്. അല്ലാണ്ട് അത് ഫീൽ ചെയ്യുന്നതായിട്ടല്ല. സാറേ ക്ലാസ്സിലൂടെ ഇങ്ങനെ ആ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് തന്നതായിട്ടാണ് ഞാൻ എടുത്തുള്ളത്. സാധാരണ അങ്ങനെ അല്ലാണ്ട് അപ്പോൾ ഇതങ്ങോട്ട് എൻജോയ് ചെയ്യുകയല്ലായിരുന്നു ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സർ. അല്ലാതെ നമുക്കൊരു ഗൈഡഡ് മെഡിറ്റേഷനിൽ അതാണ് ഇവരെല്ലാവരും പറഞ്ഞത്, കറക്റ്റാണ് സാർ. സമയം കൊടുത്ത് വേണം അത് നമുക്ക് ഇതെല്ലാം സ്വയം ഫീൽ ചെയ്യണമല്ലോ. അപ്പം അതിൻ്റെ മാർഗങ്ങളാണ് എല്ലാവരും പറയുന്നത്. താങ്ക് യു. റൈറ്റ്, ഓക്കെ. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ എല്ലാവർക്കും. നാളെ നമുക്ക് ബുക്ക് റിവ്യൂ ആണ്. നാളെ പുതിയ ഒരാളല്ല, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും സജീവമായിരുന്ന ഒരാളാണ്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. സുജിത്താണ് നാളെ. കുറേയായി വരാത്തത് അല്ലേ? ബുക്ക് റിവ്യൂ ആണോ കഥയിലോട്ട് കാര്യമാണോ? ഓ സോറി, അത് പറഞ്ഞ് തിരിഞ്ഞുപോയി. ഓക്കെ, അത് പറയുമ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ട്. വിചാരബിന്ദു എന്ന് പറഞ്ഞൊരു സാറിനെ ഓർക്കുന്നുണ്ടോ? യെസ്, വിചാരബിന്ദു സാറാണ് നാളെ. എല്ലാവരും പുതിയ ആൾക്കാരാണ്. സാറ് വളരെ കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. കുറച്ച് കാലം സാറ് നാളെ കഥ പറയുന്നത് വിചാരബിന്ദു സാറാണ്. സാറിൻ്റെ കഥയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. സാർ വളരെ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഞാനതിന് നമ്മുടെ ഓൾറെഡി കഥകൾ പറഞ്ഞിട്ടുണ്ട്. കടവ് എന്നൊക്കെ പറഞ്ഞ ചില കഥകൾ സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ നാളെ നമുക്ക് കാണാം. നാളെ കഴിഞ്ഞാണ് സുജിത്തിൻ്റെ ബുക്ക് റിവ്യൂ വരുന്നത്. ബുക്ക് റിവ്യൂവിൻ്റെ പേരങ്ങ് വരുന്നില്ല, അത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കായിരുന്നു. എന്തായാലും സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. സ്നേഹത മാം ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഒരാൾ ഐഫോൺ കുഞ്ഞായി മാസ്റ്റർ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്, കേട്ട് കാണാൻ സാധ്യതയില്ല. ഓക്കെ, ഇപ്പോൾ എനിവേ താങ്ക് യു സാർ. താങ്ക് യു മനോജ് സാർ. വീണ്ടും നമുക്ക് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. താങ്ക് യു മനോജ് സാർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി. താങ്ക് യു.